ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. ഈ തവണത്തെ വാലന്റൈൻസ് ഡേ നമുക്കൊന്ന് സ്പെഷ്യൽ ആക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് പുറത്തൊരു പാർക്കിൽ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിച്ചുവിനാകുമ്പോൾ അതൊരു എൻജോയ്മെൻ്റ് ആവുള്ളൂ. അവൾക്ക് പുറത്തൊക്കെ പോയി ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിവിടെ ഹർദീസിൽ വന്നിട്ട് ഒരു ബർഗറാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ബർഗറും പിന്നെ ഡ്രിങ്ക്സും വാങ്ങുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അൽ റഹബ പ്ലാസ പാർക്കിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് പാർക്കിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ചേട്ടൻ ഫുഡ്. ഞങ്ങൾ നിച്ചുവിനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ട് വേണം പാർക്കിലേക്കൊക്കെ പോകാനായിട്ട്. നമ്മളിപ്പോൾ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിലെത്തി പാർക്കൊക്കെ ചെയ്തു. നിച്ചുവിനുള്ള ഫുഡൊക്കെ നമ്മൾ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അവളുടെ സ്ട്രോളറിൽ നമ്മൾ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒരുക്കിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങണമെന്നൊന്നും വീഡിയോയിൽ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. പറ്റിയൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കാനായിട്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ഫാമിലീസ് ഇതുപോലെ സെറ്റൊക്കെ ചെയ്ത് അവിടെ വന്ന് ഫുഡ് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അതുപോലെ ഒന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പാർക്കിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുപോലെ വന്ന് ഫുഡ് കഴിക്കണം, ഇങ്ങനെയൊക്കെ ഇരുന്ന് കളിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യാം, ഒരു വെറൈറ്റി ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നിച്ചുവിനും ഒരു രസമാണല്ലോ. പക്ഷേ ഇതൊക്കെ താഴെ വിരിച്ച് അവളെ ഒന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൾ ആകെ ഇരിക്കുന്നില്ല. ആ പുള്ളി പോയി പിടിക്കുന്നു, അവിടെ നിന്ന് ചവറ് വലിച്ചിടുന്നു, ആകെ മൊത്തം പ്രശ്നമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം അവളെ ഇപ്പം കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ ഫുഡ് എടുക്കാനായിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ചേട്ടൻ്റെ അമ്മ. അപ്പോൾ അവൾ അതുപോലെ ഹായൊക്കെ കൊടുക്കുകയാണ് അമ്മയ്ക്ക്. ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് വന്നിരിക്കുക എന്നൊക്കെ കാണിക്കാൻ കേട്ടോ അമ്മയോട്. അപ്പോൾ അമ്മയായിട്ട് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും അമ്മയും സംസാരിക്കുന്നുണ്ട്, ചേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വീഡിയോ കോളിൽ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. നിച്ചുവിനാണെങ്കിൽ പുതിയ അതിശയമാണ് കേട്ടോ. കാരണം അവൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പോയിരിക്കണം. അവൾ മാത്രമല്ല ഞാനും പാർക്കിൽ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കണൊക്കെ കാണും ഇവിടെ. അപ്പോൾ എനിക്കും ഒരു തവണ ഇങ്ങനെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാം, നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ പോയിരിക്കാൻ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടായാലും ഇങ്ങനെ പുറത്തൊക്കെ പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു രസമാണല്ലോ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, ഒരു കുട്ടി സ്പെഷ്യൽ. അപ്പം ഞാൻ നിച്ചുവിന് ഫുഡ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാകെ ഇതായി, നിച്ചുവിൻ്റെ ചെവിയിൽ കാറ്റടിച്ചാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ചേട്ടൻ പുറത്ത് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ട് ജാക്കറ്റും പിന്നെ അവളെ തലയിൽ വയ്ക്കുന്ന മങ്കി ക്യാപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞാൻ നിച്ചുവിന് ഇവിടെ നിന്ന് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വാലന്റൈൻസ് ഡേ ആയിരുന്നു. ഇങ്ങനത്തെ സ്പെഷ്യൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എൻ്റെ ഐഡിയ തന്നെയാണ് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്ന് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ തീരുമാനിച്ചാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. നിച്ചുവിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിച്ചു ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നിച്ചു അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കില്ല, കണ്ടില്ലേ താഴെ പുല്ലിൽ അതിലൊക്കെ ആൾ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്, അവരൊക്കെ ഇതുപോലെ ഇങ്ങനെ ടർപ്പായൊക്കെ വിരിച്ച് അതിലിരിക്കുവാണ്. എല്ലാവരും ഫാമിലിയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ പിള്ളേരും ഉണ്ട്, കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നിച്ചിങ്ങനെ ഇങ്ങനെ ക്യാപ്പ് വെച്ച് കൊടുത്തു. പക്ഷെ അവൾ അതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കേട്ടോ. പക്ഷെ നല്ല കാറ്റുണ്ട് പക്ഷേ വീഡിയോ കാണാൻ പറ്റുന്നില്ല. നല്ല തണുത്ത കാറ്റ്, അപ്പം നമുക്ക് തണുക്കുന്നുണ്ടായിരുന്നു. അവൾ പക്ഷെ അത് തലയിൽ വയ്ക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ. എന്നിട്ട് അവൾ ആ തലയിൽ നിന്ന് വലിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ അത് വയ്ക്കാനേ അവൾ സമ്മതിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ കുറേ ആളുകളൊക്കെ ഇരിക്കാനൊക്കെ വന്നു. ഞങ്ങൾ പോവാറായപ്പോഴേക്കും അവിടെ ആളുകളൊക്കെ ഫില്ലായി. പിന്നെ ഞങ്ങൾ നിച്ചുമായിട്ട് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പുറത്തൊക്കെ കുറേ ഫാമിലീസ് ഉണ്ട്, എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുവാണ്. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിരിക്കണം എന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ മുട്ടൂത്തിയും ഇങ്ങനെ നടക്കാറായതുകൊണ്ട് അവൾ അവിടെ ഇവിടെയൊക്കെ പോയി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ പുറകെ തന്നെ നമ്മളിങ്ങനെ നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. പിന്നെ ചേട്ടനും അവളും കുറേ നേരം കളിച്ചു.
അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു ഫുഡ് കഴിച്ചോ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം, നീ ആദ്യം ഫസ്റ്റ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നിച്ചുവിനെയും കൊണ്ട് കുറച്ച് നേരം അങ്ങോട്ട് നടക്കാൻ പോയ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഹർഡീസിൽ നിന്നാണ് വാങ്ങിച്ചേക്കണത്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർഗർ, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അൽബേക്കിലി ആണെങ്കിലും ഇതും ഇഷ്ടമാണ് കേട്ടോ. നിച്ചും ചേട്ടനും കൂടിയും അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക, അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ കുറേ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ആ പിള്ളേർ കളിക്കുന്നതൊക്കെ നോക്കി നോക്കി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ അങ്ങോട്ട് മാറി നടന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഫുഡ് കഴിക്കണ കണ്ട പിന്നെ നിച്ചു കരച്ചിലാവും, അപ്പോൾ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണ കാണിക്കാതിരിക്കാനായിട്ട് ചേട്ടൻ അവളെയും കൊണ്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഞാൻ പയ്യെ പൊട്ടിച്ച് കഴിക്കാനൊക്കെ തുടങ്ങി. ഞാൻ കഴിച്ചിട്ട് വേണം ചേട്ടന് വന്നിരുന്ന് കഴിക്കാൻ. വാലൻറ്റൈൻസ് ഡേ ഇങ്ങനെ പോയി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല പ്ലാൻ ചെയ്തപ്പോൾ. എന്നാലും പക്ഷേ ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ വന്നിരിക്കണം എന്നുള്ളത്. ഇങ്ങനെ വന്നിരുന്ന് ഒന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സമാധാനത്തിലിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നേച്ചറായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ വാലൻറ്റൈൻസ് ഡേയിൽ ഒരു മിസ്സിങ് ആയിപ്പോയത് ഞങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നതാണ്. പിന്നെ നിച്ചുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കോംപ്രമൈസൊക്കെ ചെയ്യണമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ചേട്ടൻ എന്നോട് ആദ്യം കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം കഴിച്ചു. എന്നിട്ട് വേണം ചേട്ടന് കഴിക്കാനായിട്ട്. ചേട്ടൻ വിശക്കുന്നുണ്ടായില്ല. അപ്പം എനിക്കും വിശപ്പില്ലെങ്കിൽ പോലും നിച്ചു ഒരുപാട് ടൈമായി, നമുക്കിവിടെ കുറേ നേരമൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് ഞാൻ കഴിച്ച് തീരാറായപ്പോഴേക്കും അവർ എത്തി. ചേട്ടൻ നിച്ചുവിനെയും കൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം കഴിക്കായിരുന്നു, കാരണം അവൾ എന്നെക്കൊണ്ട് കഴിപ്പിക്കുന്നുണ്ടായില്ല. ആൾക്ക് ആ കവറ് വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റി വെച്ചു അത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ. അങ്ങനെ ആകെ മൊത്തം ബഹളമായിരുന്നു. അത് ഞാൻ ചേട്ടൻ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ നിച്ചുവിനെയും കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് പോയി അവിടെ എവിടെയൊക്കെ നടക്കാനൊക്കെ പോയി. പിന്നെ അവിടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, അവരുടെ അടുത്തൊക്കെ പോയിട്ട് നിച്ചു ഞാനൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവർക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ലെങ്കിലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. നമ്മുടേതായ കുറേ കാര്യങ്ങളും അങ്ങനെ കുറേ വിശേഷങ്ങളും ഞങ്ങളിരുന്ന് സംസാരിച്ചു. പിന്നെ നിച്ചുവിനെ കുറേ നേരം ഇരുന്ന് കളിപ്പിച്ചു. പിന്നെ അവിടെയുള്ള മിക്ക ഫാമിലീസും പോവാറൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ വിചാരിച്ചത്. പിന്നെ നിച്ചുവിന് ഉറങ്ങേണ്ട ടൈമും കൂടി ആയിട്ടോ. ഏകദേശം ഒരു 10:30-10:45 ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ചേട്ടൻ പിന്നെ ആൾക്ക് തലയിൽ വച്ച് നോക്കിയാണ്. അവൾ അത് തലയിൽ വയ്ക്കുന്നുണ്ടായിരുന്നില്ല, അവൾക്ക് അത് വയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. രാത്രിയോട് ഇങ്ങനെ കൂടുന്തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇനി ഇതുപോലെ പോയിരിക്കണം എന്ന് ഇനി ആഗ്രഹമുണ്ട്, കാരണം നല്ലൊരു ദിവസമായിരുന്നു ഇത്. ഇങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഈ വാലൻറ്റൈൻസ് ഡേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പോലെ ഫീൽ ചെയ്തേ കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നിച്ചുവിന് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ചേട്ടൻ എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ ഞാനും എല്ലാം നിച്ചുവിൻ്റെ സാധനങ്ങളൊക്കെ നിച്ചുവിൻ്റെ ബാഗിലേക്കൊക്കെ മാറ്റുവാണ്.
അപ്പോൾ എല്ലാം എടുത്തു വെച്ച് നമ്മൾ കാറിലേക്ക് പോവാണ്. നിച്ചു നല്ല ഉറക്കം വരുന്നുണ്ട്. വീട് അടുത്താണ് കേട്ടോ, ഒരു 10 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്കും. അപ്പോൾ വീട്ടിൽ പോയിട്ട് നിച്ചുവിനെ ഉറക്കാനാണ് എൻ്റെ പ്ലാൻ. അവൾ കാറിൽ കിടന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളെല്ലാമായിട്ട് ഇനി കാറിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര ഉണ്ടാവുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കേട്ടോ. നിച്ചു സേ ഹായ്, bye, bye, ta-ta, see you next video.